പന്നിത്തടം സെന്ററിൽ തുടർച്ചയായി രണ്ടാം ദിവസവും അപകടം. ബാംഗ്ലൂർ ഗുരുവായൂർ റൂട്ടിലോടുന്ന ബസും കാറും കൂട്ടിയിടിച്ച് കാർ യാത്രക്കാരായ 6 പേർക്ക് പരിക്കേറ്റു. സിഗ്നൽ സംവിധാനം 24 മണിക്കൂറും പ്രവർത്തിപ്പിക്കാത്തതിനെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തിയിരിക്കുകയാണ്. വടക്കാഞ്ചേരി ഭാഗത്തുനിന്നും വരികയായിരുന്ന ബസും കേച്ചേരി ഭാഗത്തുനിന്നും വരികയായിരുന്ന കാറുമാണ് കൂട്ടിയിടിച്ചത്. കാറിലുണ്ടായിരുന്ന 6 പേർക്ക് പരിക്കേറ്റു. കാസർഗോഡ് സ്വദേശികളായ സൂഫി, ഹസേനാർ, അബ്ദുൽ ഖാദർ, അബ്ദുള്ള, അബ്ബാസ്, മുഹമ്മദ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവർ തിരുവനന്തപുരത്ത് നിന്ന് കാന്തപുരം സമസ്തയുടെ കേരളയാത്രാ സമാപന സമ്മേളനം കഴിഞ്ഞു വന്നവരാണ്. പരിക്കേറ്റവരെ യൂത്ത് വോയ്സ് ആംബുലൻസ് പ്രവർത്തകരും അല്ലമീൻ ആംബുലൻസ് പ്രവർത്തകരും ചേർന്ന് കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പന്നിത്തടം സെന്ററിൽ അപകടങ്ങൾ നിത്യസംഭവമായി മാറിയിരിക്കുകയാണ്. വെള്ളിയാഴ്ച 5 മണിയോടെ അയ്യപ്പ ഭക്തർ സഞ്ചരിച്ചിരുന്ന ബസ്സും പിക്കപ്പ് വാനും കാറും കൂട്ടിയിടിച്ച് 14 അയ്യപ്പ ഭക്തർക്ക് പരിക്ക് പറ്റിയിരുന്നു. ഇത്തരത്തിൽ ചെറുതും വലുതുമായ അപകടങ്ങൾ നിത്യസംഭവമാണ്. രാവിലെ 7 മണി മുതൽ രാത്രി 11 വരെയാണ് സിഗ്നൽ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നത്. രാത്രി 11 മുതൽ രാവിലെ 7 വരെയുള്ള സമയത്തിനുള്ളിലാണ് അപകടങ്ങൾ കൂടുതലും നടക്കുന്നത്. സിഗ്നൽ ലൈറ്റിന്റെ പ്രവർത്തനം 24 മണിക്കൂറാക്കി മാറ്റണമെന്നും റോഡിൽ സ്പീഡ് ബ്രേക്കറുകളും സെന്ററിന് മുൻപായി വേഗത കുറയ്ക്കാനുള്ള സൂചനാ സിഗ്നൽ സംവിധാനങ്ങൾ സ്ഥാപിക്കണമെന്നും പൊതുപ്രവർത്തകരായ ഷറഫു പന്നിത്തടം, റഫീഖ് ഐനിക്കുന്നത്ത് എന്നിവർ ആവശ്യപ്പെട്ടു. വളരെ അശാസ്ത്രീയമായിട്ടാണ് ഇപ്പോ ഇത് പണിത് ഇതിന്റെ അധികൃതർ പോയിട്ടുള്ളത്. കാരണം ഒരു ദിവസം അപകടങ്ങളില്ലാത്തതില്ല. ഇവിടെ മുഴുവൻ സമയം സിഗ്നൽ പ്രവർത്തിച്ചെങ്കിലേ ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാവുള്ളൂ. അതേപോലെ ഈ സ്പീഡ് ബ്രേക്കർ എന്ന് പറഞ്ഞ ചെറിയ ചെറിയ അമ്പുകൾ ഇവിടെ സ്ഥാപിക്കണം. ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടായിട്ടില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധവുമായി ഞങ്ങൾ മുന്നോട്ട് പോകുമെന്ന് ഇതിനാൽ അറിയിക്കുകയാണ്. TCV ന്യൂസ്, എരുമപ്പെട്ടി.